20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഒരു പ്രാർത്ഥനയുടെ സാഫല്യം പോലെ, കാലഘട്ടത്തിൻ്റെ ഉൾവിളി പോലെ, ലോക ജനതയുടെ സൗഭാഗ്യം പോലെ ഗൾഫ് അറബ് മേഖലയിൽ എണ്ണ നിക്ഷേപങ്ങൾ വ്യാപകമായി കണ്ടെത്താൻ തുടങ്ങി. ഈ കണ്ടെത്തൽ കോടിക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിക്കുന്ന വിധത്തിൽ പുരോഗമനപരമായി മാറി. 1971 ഡിസംബർ 2 ഏകീകൃത അറബ് എമിറേറ്റുകൾ UAE എന്ന പേര് സ്വീകരിച്ച് ഇതിഹാസതുല്യനായ ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ നേതൃത്വത്തിൽ ലോകത്തിലെ ഉജ്ജ്വല ശക്തിയായി മാറിയ ദിവസം. പിന്നീട് അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നീ എമിറേറ്റുകൾ ഓരോ നിലയ്ക്കും അതിൻ്റേതായ കീർത്തിയുമായി ലക്ഷക്കണക്കിന് വിദേശികൾക്ക് അനുഗ്രഹമായി നിലകൊള്ളുന്നതിനിടയിൽ 1992 മെയ് 9 അക്ഷരാർത്ഥത്തിൽ ആശ്വാസവും ആവേശവും ഉൾപ്പുളകവും കൊള്ളിക്കുന്ന ഒരു മഴ പെയ്തു. ഗൾഫിൽ മലയാളത്തിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം. റാസൽ ഖൈമയിൽ നിന്നും ആരംഭിച്ച ആ 1 മണിക്കൂർ പ്രക്ഷേപണം ഇന്ന് ലോകമെങ്ങും ഇന്ത്യൻ ഭാഷാ റേഡിയോ പ്രക്ഷേപണത്തിൻ്റെ ആദരണീയ മുഹൂർത്തമായി നിലകൊള്ളുന്നു. കാലം ഒരുപാട് മാറി, ജനങ്ങൾ മാറി. ലോകത്തെവിടെയും കലാകായിക വിനോദങ്ങളുടെ സമവാക്യങ്ങളിൽ മാറ്റമുണ്ടായി. മാറ്റത്തിൻ്റെ മാറ്റൊലിയുമായി റാസൽ ഖൈമയിൽ നിന്ന് ആ മലയാള റേഡിയോ പ്രക്ഷേപണം 24 മണിക്കൂറായി. AM ഫ്രീക്വൻസിയിൽ വളർന്ന് ഇപ്പോൾ റേഡിയോ ഏഷ്യ 1269 AM പ്രവാസി മനസ്സുകളിൽ ആശ്വാസമായി നിലകൊള്ളുകയാണ്. സംഗീതവും സല്ലാപവും വാർത്തയും വിവാദവും ദീർഘപരമ്പരയും പൊതുവിജ്ഞാനവും കാരുണ്യവും ആശ്വാസവും കളിയും ചിരിയും സമ്മാന നിമിഷങ്ങളുമൊക്കെയായി മലയാളികളുടെ വിനോദ കുടുംബമായി നാവിൽ നിന്ന് കാതിലേക്കും പിന്നെ ഹൃദയങ്ങളിലേക്കും റേഡിയോ ഏഷ്യ പടരുകയാണ് കഴിഞ്ഞ 15 വർഷത്തിലേറെയായി. UAE കൂടാതെ ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, സൗദിയുടെ കിഴക്കൻ പ്രദേശങ്ങൾ, കുവൈറ്റ് എന്നിവിടങ്ങളിലായി ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ഗൃഹാതുരത്വമുള്ള അമൃതവർഷമായി റേഡിയോ ഏഷ്യയുടെ പ്രക്ഷേപണം അറിവും കുളിരും പകരുകയാണ്. 4 ദശലക്ഷത്തോളം വരുന്ന ഗൾഫ് മലയാളി സമൂഹത്തിന് നാവും കണ്ണും മനസ്സുമായി നിലകൊള്ളുകയും ലോകത്തിൻ്റെ സ്പന്ദനങ്ങൾ അപ്പപ്പോൾ മലയാളിക്ക് എത്തിക്കുകയും ചെയ്യുന്ന റേഡിയോ ഏഷ്യ നിങ്ങളുടെ പ്രഥമ പരിഗണനാ മാധ്യമമാണ്. അതുകൊണ്ട് തന്നെ 60 കൊല്ലം പിന്നിടുന്ന ഇൻഡോ ഗൾഫ് കുടിയേറ്റ ബന്ധത്തിൻ്റെ സന്തുലിത സമവാക്യം കൂടിയാകുന്നു റേഡിയോ ഏഷ്യ 1269 AM. നൂറ്റാണ്ടുകളിലൂടെ പകർന്നത്, 60 വത്സരങ്ങളായി നിങ്ങൾ നേരിട്ടറിഞ്ഞത്, 1.5 പതിറ്റാണ്ടിലേറെയായി നിങ്ങൾ ഹൃദയത്തിലേറ്റിയത്, അറിവും നിറവും അതിൻ്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ കൃതാർത്ഥരാണ്. ഇന്ത്യയ്ക്ക് പുറത്ത് ഇത്രയും വർഷം സമൃദ്ധമായും സജീവമായും നിലകൊണ്ട ഒരു പ്രാദേശിക ഭാഷാ പ്രക്ഷേപണ കേന്ദ്രം എന്ന നിലയിലും നിങ്ങൾ ഹൃദയത്തിലേറ്റിയ മാധ്യമം എന്ന നിലയിലും റേഡിയോ ഏഷ്യ 1269 AM, ഓക്സിജൻ 94.7 FM, ഉങ്കൽ ശക്തി 94.7 FM എന്നിവ ഉൾപ്പെടുന്ന റേഡിയോ ഏഷ്യ നെറ്റ്വർക്കിനെ നയിക്കുന്ന ഡോൾഫിൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോയ്ക്കുമേൽ വർഷങ്ങളായി നിങ്ങൾ സമർപ്പിക്കുന്ന വിശ്വാസത്തിനും മൂല്യത്തിനും പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല. എങ്കിലും നമ്മൾ ഒരുമിച്ച് നേടിയ 1.5 പതിറ്റാണ്ട് പിന്നിടുന്ന ഈ സൗഹൃദവും വിജയവും പുണ്യവും പിറന്നാൾ മധുരമൂറുന്ന ഈ രാത്രിയിൽ, ഈ വേദിയിൽ നമ്മൾ ആഘോഷിക്കുന്നു. നിങ്ങളുടെ ഇച്ഛാശക്തിക്കും വിശകലന മികവിനും മുമ്പിൽ ദുന്ദുഭിയായി ഞങ്ങൾ സമർപ്പിക്കുന്നു.